ആരോഗ്യത്തിന്റെ പ്രധാന വെല്ലുവിളിയായ ക്യാൻസറിനെ അതിജീവിക്കാൻ മധ്യ തിരുവിതാംകൂറിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ അടൂർ ലൈഫ് ലൈൻ വേദിയാകുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാരമ്പര്യ ക്യാൻസറുകളുടെ ജനിതക ശാസ്ത്രം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ മെയ് 22-ന് അടൂരിൽ സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മനുഷ്യ സമൂഹം ഇപ്പോഴും ആശങ്കയോടെയും ഭയത്തോടു കൂടിയും കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആ ക്യാൻസറിന് നിദാനമായി സമൂഹത്തെ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ളൊരു സെമിനാറാണ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തിയാർജിച്ച അടൂർ ലൈഫ് ലൈൻ വേദിയാകുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഈ ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ പാപ്പച്ചൻ ഡോക്ടറാണ്. ഡോക്ടർ ശ്രീലത മാടവുമുണ്ട്. ഡോക്ടറെ, എങ്ങനെയാണ് ഇതിനൊരു വേദിയാകുന്നത് അടൂര്? അതായത് ഹോസ്പിറ്റൽ തുടങ്ങിയത് തന്നെ നമ്മളെ ഒരു മദർ ആൻഡ് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ്. അപ്പം നേരത്തെ തന്നെ നമുക്ക് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ല ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടാണ്. ഡോക്ടർ ശ്രീധരൻ നായരാണ് അത് ഹെഡ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഫറെന്റ് മൊഡാലിറ്റീസ്, അതായത് ജനിതക വൈകല്യങ്ങളെ, പ്രീനേറ്റൽ ഡയഗ്നോസിസ്, PGTA, അതുപോലുള്ള നൂതന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചിട്ട് നമ്മളെ ജനിതക വൈകല്യങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് 100% നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ യുഗത്തിൽ, പുതിയ കാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് നമ്മുടെ ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വർഷത്തിന് മുമ്പുള്ളതിൻ്റെ 50 ഇരട്ടി ക്യാൻസറാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. അതായത് യു കനോട്ട് ഇമാജിൻ. ഇപ്പോൾ റീസെന്റ് ഒരു ജേർണലത്ത് വന്ന് 150% ക്യാൻസർ സമൂഹത്തിൽ വരാമെന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സിംഗിൾ ഡിസീസ് ഡെത്ത് ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസിനും ഇപ്പോൾ ക്യാൻസറിലാണ്. ഈ നമ്മൾ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു രീതിയിലോട്ട് പോയിരിക്കുകയാണ്. വാക്സിനേഷൻ ഉണ്ട്, ക്യാൻസർ പ്രിവെൻഷൻ. ഫോർ എക്സാമ്പിൾ സെർവിക്കൽ ക്യാൻസർ, ബൾബൽ ക്യാൻസർ, പെനൈൽ ക്യാൻസർ, പിന്നെ അതുകൂടാതെ ഉണ്ട് ഈ കോണ്ടലോമാസ്, വാർഡ്സ്, ഇതെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാം. HPV വാക്സിനേഷൻ ഉണ്ട് അതിന്. അത് ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കൂടാതെ വളരെ ചീപ്പാണ്. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഈസ് ബ്ലെസ്ഡ്, especially Kerala is blessed with a plenty of specialist doctors with cheap medical treatment and easy approachability. So that is also very important. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് അത് നമ്മുടെ ഒരു ലക്കാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ നൂതനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രിവെന്റീവ് ക്യാൻസർ എന്നുള്ള ഇതാണ്. അത് വളരെ നല്ല ഒരു അപ്രോച്ചാണ്. നമ്മുടെ ക്യാൻസർ വരാതെ നോക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ശ്രീധരൻ നായർ സംസാരിക്കും. നമസ്കാരം. നമ്മള് ഇപ്പം ക്യാൻസർ ഭയങ്കര സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നു. എല്ലാ ഫാമിലിയിലും ആരെങ്കിലും ഒരാളോ 2 പേരോ ഒക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ക്യാൻസർ സ്മോക്കിംഗ് കാരണം വരുന്നോ, പുകവലി കാരണോ അല്ലെങ്കിൽ ച്യൂയിങ് കാരണോ വരുന്നത്, അത് നമ്മളുടെ അതൊരു ഹാബിറ്റിന്റെ പ്രശ്നമായിട്ടാണ്. പക്ഷെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഇല്ലാത്തവർക്കും ഇപ്പം ക്യാൻസർ കാണപ്പെടുന്നു. ക്യാൻസർ കാണപ്പെടുന്നതെന്ന് മാത്രമല്ല വളരെ യങ് ഏജിൽ, എന്ന് വെച്ചാൽ ആരെങ്കിലും 50 ഇയേഴ്സിന് മുമ്പേ, 50th ബർത്ത്ഡേക്ക് മുമ്പേ ആർക്കെങ്കിലും ക്യാൻസർ വരുന്നതാണെങ്കിൽ, ആ കാരണത്താൽ മരണപ്പെടുവാണെങ്കിൽ അത് നമ്മളൊരു യങ് ഏജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം ജനറ്റിക് ആവാം. അബൌട്ട് 5 to 10% ക്യാൻസേഴ്സ് ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോംസിന്റെ പാർട്ടായിട്ട് വന്നേക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് സ്ത്രീകളിൽ കാണുന്നത് ബ്രസ്റ്റും ഓവേറിയൻ ക്യാൻസറുമാണ്. ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഓവേറിയൻ ക്യാൻസർ സിൻഡ്രോംസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അത് DNA ഉണ്ടാവുന്ന ചേഞ്ച്, BRCA1 BRCA2 എന്ന് പറഞ്ഞിട്ടുള്ള, കോമൺ ആയിട്ടും BRCA1 BRCA2 എന്ന് പറയുന്നുള്ള ജീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ് കാരണം, DNA വ്യതിയാനം കാരണം ഉണ്ടാവുന്ന ബ്രസ്റ്റ് ആൻഡ് ഓവേറിയൻ ക്യാൻസർ സിൻഡ്രോംസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇത് ഹെറിഡിറ്ററി ആയേക്കാം, എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടും വരാം. പക്ഷെ പാരമ്പര്യമായിട്ട് വരുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ എന്ന് പറയുന്നത് ബ്ലഡിലൂടെ നമുക്ക് നൂതനമായിട്ടുള്ള ന്യൂ ടെക്നിക്സ് ഉപയോഗിച്ച് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങും MLPA പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ ക്യാൻസറിന്റെ സിംറ്റംസ് വരുന്നതിനൊക്കെ വളരെ മുമ്പേ നമുക്ക് ഇതിനകത്ത് DNA-ക്കകത്തുള്ള വ്യതിയാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ മോട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ക്യാൻസർ സർവൈവർ അല്ല, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
സിംറ്റമാറ്റിക് അല്ലാത്ത ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ DNA-യിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ജേം ലൈൻ പാത്തോജനിക് മ്യൂട്ടേഷൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ട് ക്യാൻസർ സ്ക്രീനിങ്ങും മോണിറ്ററിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ജേം ലൈൻ പാത്തോജനിക് മ്യൂട്ടേഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ടുള്ള DNA-യിലുള്ള വ്യതിയാനങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ അവരെപ്പോൾ MRI എടുക്കണം, എപ്പം മാമോഗ്രാം എടുക്കണം, എപ്പം അൾട്രാസൗണ്ട് ചെയ്യണം, ഇതിനൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ചിലവർക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഒന്നിലധികം ഫാമിലി മെമ്പേഴ്സ് സെയിം ക്യാൻസറുമായിട്ട് മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ക്യാൻസർ സർവൈവേഴ്സ് ആണെങ്കിൽ അവരുടെ ബാക്കിയുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ ഈ വ്യതിയാനം അവർക്കുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് ജെനറ്റിക്സിൽ നമ്മൾ സ്ക്രീനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബൈലാറ്ററൽ ക്യാൻസേഴ്സ് ഉള്ളവരെന്ന് പറഞ്ഞാൽ രണ്ട് ഓവറീസിലോ 2 ബ്രസ്റ്റിലോ അല്ലെങ്കിൽ 2 കിഡ്നീസിലുള്ളവർക്കൊക്കെ ചിലപ്പം അത് ഹെറിഡിറ്ററി ആയിട്ട് വന്നേക്കാം. ബിക്കോസ് ഹെറിഡിറ്ററി അവർ ഓൾറെഡി ഒരു ജീൻ അവരുടെ അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അത് കൂടാതെ ഒരു മ്യൂട്ടേഷൻ ലേറ്റർ ഓൺ വന്നാലേ സെക്കൻഡ് ഹിറ്റൂടെ ആയാലേ അത് ക്യാൻസറസ് ആവത്തുള്ളൂ. സോ നമ്മളുടെ ഒരു മോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആ ജേം ലൈൻ മ്യൂട്ടേഷൻ അവർ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന മ്യൂട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. കണ്ടുപിടിക്കുമ്പം തന്നെ നമുക്ക് അവര് ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസറിന്റെയോ അല്ലെങ്കിൽ അതേപോലെ ഗ്യാസ്ട്രിക് ക്യാൻസർ, സ്റ്റമക്കിലുള്ള ക്യാൻസേഴ്സ്, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക്, പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ഒക്കെ അതിലുള്ള വ്യതിയാനങ്ങളുള്ള ജീൻസിൽ അവർ കാരിയർ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ക്യാൻസർ സർവൈവറിനെക്കാട്ടിലും മുമ്പേ വരുന്ന ഒരു കാര്യമാണ് ക്യാൻസർ പ്രീവൈവർ ആകുക. ക്യാൻസർ സർവൈവർ അല്ല, പ്രീവൈവർ ആകുക എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം എവിടാണ്, ഏത് ഡേറ്റ് ആണ്, ആരൊക്കെയാണ്? 22 വൈകിട്ട് 6 മണിക്ക് നാഷണൽ ഓങ്കോളജി പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ CS മധു, പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ രാജേഷൻ, ഇവരും പിന്നെ ഇവിടുത്തെ പ്രൊഫസർ പ്രസന്നകുമാരി, ഡോക്ടർ സീതാ നായർ, ഇവരെല്ലാം കൂടെ പിന്നെ ഫോക്സി ആൻഡ് IMA ഇതെല്ലാം കൂടെ ചേർന്ന് വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ വൈകിട്ട് 6 മണിക്ക്. പൊതുജനങ്ങൾക്ക് എന്നായിരിക്കും ഇങ്ങനെ? പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനറൽ അവയർനെസ് നെക്സ്റ്റ് ഡേ 23rd മോർണിംഗ് 10 o'clock ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്നതാണ്. അതിന് രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇല്ല, എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കേൾക്കാം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.